സാധാരണ ഇൻട്രോ ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഊക്കുലേലയും വെച്ചിട്ട് ഞാനിവിടെ നിന്ന് ഗിറ്റാർ അടിയല്ല, ഇത് ഊക്കുലേലെ അടിയാണ്. അപ്പോൾ ഊക്കുലേലെ അടിയിൽ നമ്മൾ പാട്ട് ആ ശബ്ദം നൽകിയത് ആരാന്ന് പറയും മുന്നേ മച്ചാൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ക്യാമറമാൻ ആഷിഖ്, അതുപോലെ തന്നെ സൈഡിൽ നിന്നും വന്ന ആ ഒരു ശബ്ദം, രാത്രി കാലങ്ങളിൽ വവ്വാലായി പാടുന്ന ആ വ്യക്തി, ചില സമയങ്ങളിൽ പലരുടെയും ഹൃദയം കവർന്ന ആ വ്യക്തിയും ഞാനുമായിട്ടൊരു വീഡിയോ ഒരു മാസം മുന്നേ എടുത്തു. ഐശ്വര്യം എന്ന് പറയാം, അടിച്ചുപോയി ഫോൺ മൊത്തത്തിൽ. ആ ഒരു വിഷമം എന്ന് പറയുന്നത് 3-4 ദിവസം ഞാൻ ഉറങ്ങാതെ കിടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് വെയിലത്ത് പോയിരുന്ന എടുത്ത സാധനം നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റീക്രിയേറ്റ് ഡേ ആണ് ഇന്ന്. ആൻഡ് ഹീ ഈസ് അല്ല ഞാനേ മറ്റേ ഞാൻ ഇവിടെ കാർ പാർക്ക് ഫെറാറി കാർ പോയതുമല്ല, റെഡ് അല്ല മറ്റേ കോമഡി ഉത്സവത്തിലെ കാർത്തിക് സൂര്യ നോക്കിയതാണ്. പിടിച്ചോ ഇനി മേല. ഓക്കെ, ഇതെന്താ കയ്യിൽ ഇലയാണോ ഇരിക്കുന്നത്? അല്ലല്ല ഇത് പിക്ക്. ഓക്കെ, ഒന്ന് പാടി നോട്ടെ. സ്ട്രിങ് പൊട്ടി, സോറി. സാധനം മനസ്സിലായല്ലോ. ഇന്ന് കൊങ്ങിണി ഗാനം പ്രാങ്കാണ്. അതായത് നമ്മൾ നാടോടി പാട്ടുകാരാണ്, റോഡിലിറങ്ങി കൊങ്ങിണി പാട്ടുകാരായിട്ട് നാട്ടിലിറങ്ങി പൈസ പിരിക്കുന്നു. അതായത് ഇവൻ ഗിറ്റാർ അടിക്കുന്നു, അല്ല ഊക്കുലേല അടിക്കുന്നു, ഞാൻ സ്നച്ചോനി പൈസ ചോദിച്ചു വാങ്ങുന്നു. അപ്പോൾ അവരുടെ റിയാക്ഷനും നമ്മളെ ഓഞ്ഞ ഡാൻസും എല്ലാം കാണുമ്പോൾ അവരെ പറ്റിക്കുന്ന ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? ഹംബിളുടെ ചാനൽ ലിങ്ക് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ആരും ഫോളോ ചെയ്യണ്ട. ഓക്കെ, റെഡി, 1 2 3. നമസ്കാരം. നമ്മൾ ഒരു പാട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് കൊങ്ങിണി സംസ്കൃത സമ്മേളനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് ഗോവൻ. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. മോനു സിംബ്രു. നമ്മൾ ഈ കൊങ്ങിണിയിൽ ഗാനം ചെയ്യുന്നുണ്ട്. ഒരു എല്ലാവരെയും നമ്മൾ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, പാട്ട് പാടി കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു പാട്ടൊന്ന് 2 മിനിറ്റ്. കൊട്ടേ 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 കൈ കൊട്ട് ചാടിമറി ടൊക്കോ ടൊക്കോ മാടിമറി ഹേ ബ്ലങ്കോഞ്ചി മടക്കാഞ്ചി ലപ്പോ ലപ്പോ നാച്ചീനെ ക്ലാപ്പൊടിച്ചാനെ നെക്കാനെ ചെമ്പാനോച്ചാനെ ലലലലലലലെ സിന്ദാ സിന്ദാ സാനാനെ ടൊക്കടോ 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 പൈസ വല്ലം ഉണ്ടെങ്കിൽ തായോ, പൈസ ഉണ്ടെങ്കിൽ തായോ. ഓക്കെ, ഒരു 5-10 തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമ്മളിത്രയും പാട്ടുപാടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിലിട്ടാലോ? അതെന്താണ് ശരിയല്ലാത്ത? നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടല്ലേ പാടും. എനിക്കറിയാം, പക്ഷെ ഞാന് മോനെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഡാൻസ് കളിക്കല്ലേ? ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? സാർ എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മളിവിടെ ഈ ചേട്ടൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കില്ല, അതിന്റെ ഇടയിൽ ഡാൻസ് ആണോ കളിക്കണ്ടേ? അവൻ ഡാൻസ് കളിക്കുന്നു അതിന്റെ ഇടയിൽ. മനസ്സിലായല്ല? പൈസ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ സന്തോഷമാവും. തീർച്ചയായും, എന്നാലേ പ്രൊമോഷൻ നടക്കൂ. മനസ്സിലായി. അല്ലാതെ നമ്മൾ പാടുന്നതിൽ പബ്ലിക്കിൽ നിൽക്കുമ്പോഴേ ഒരു പബ്ലിക്കിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു വാല്യൂ ആണ് പലരും കാണുന്നത്. മനസ്സിലായി. ഞാൻ പറയാൻ മനസ്സിലായി. നിങ്ങളെ കണ്ടാൽ പക്ഷെ നമ്മളെ പാട്ടില്ലേ, നിങ്ങളെ കണ്ടാൽ നല്ല വെൽ സെറ്റപ്പ്. അതെ അതെ, ഉറപ്പായിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന് ആരും അംഗീകരിക്കും. ഞാൻ 60 വയസ്സ് അടിച്ചോണ്ടിരിക്കുന്ന. അപ്പൊ ഞാൻ തോർത്ത് കൈ വെച്ചിട്ട് പൈസ മേടിക്കുന്നതോ? എങ്ങനെ വേണിച്ചാലും പെർഫോമൻസ് ശരിയല്ലേ? എങ്ങനെ വേണിച്ചാലും എന്റെ മോനെ സീരിയസ് ചേട്ടാ, ഇത് പ്രാങ്ക് വീഡിയോ ആണ്, ചുമ്മാ പറ്റിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുത്തു. പൈസ വേണ്ട, അതിനൊരു വീഡിയോ എടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുള്ളൂ. ആൾക്കാരെ പറ്റിക്കും, ജീവിക്കും. ഓക്കെ ഏട്ടാ, ഓക്കെ, ശരി. നമ്മൾ കൊങ്ങിണി ഗായകരാണ് ആക്ച്വലി. നമ്മൾ ഇതേപോലെ ഒരുപാട് പാട്ടുകൾ ചെയ്യുന്നുണ്ട്. മലയാളം മനസ്സിലാവും. കൊങ്ങിണി ലാംഗ്വേജ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അറിയില്ല. നമ്മൾ ശരിക്കും സ്റ്റേജുകളിൽ പോയിട്ട് ഇതേപോലെ പാട്ട് പാടി നമ്മൾ ജീവിക്കുന്നവരാണ്. എല്ലാവരും വിളിച്ച് കേൾപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് രസമായിരിക്കും. ഹായ്, ഒരു 2 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, സിമ്പിൾ പാട്ട്. ഇവിടെ ഇങ്ങോട്ട് നിന്നോളൂ.
അപ്പം നമ്മളതിൽ കുറേ പാട്ടുകളുണ്ട്. നിങ്ങൾ ഈ ചില പാട്ടുകളൊക്കെ നിങ്ങൾക്ക് സാദൃശ്യം തോന്നും. അത് കൊങ്ങിണിയിൽ നമ്മൾ പാടുന്നതാണ്. ജസ്റ്റ് ഒരു മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടോ? ഏതാ കേട്ടിട്ടുണ്ടോ? ഏ വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടി വാ കേട്ടിട്ടില്ല? തകരേട ഏ കാശുള്ളവൻ ഡിക്കൊണസാനി ഹോ ഡാഡി ഡിങ്കോ ഡാഡാ ഡടകടവാടോടോ സാമേണി ഗോ ജിങ്കണ ജാനി ഹോ ഞാനിനെ ഹേ നങ്ങനെ നാനി ഹേ ബ്ലാ ബ്ലാ ബ്ലിങ്കോടാ ഡടകാടാ ഡിങ്കോടാ. ചിരിക്കുന്ന എന്തിനാ ചിരിക്കുന്ന? പ്ലീസ്, നമ്മളെ കളിയാക്കും പോലെ അല്ല. ഏതാ ലാംഗ്വേജ് കൊങ്ങിനിയാണ്? നിങ്ങൾ എനിക്ക് ചിരി പെട്ടെന്ന് ചിരിച്ചപ്പോൾ ഞാൻ ഒരുമാതിരി ആയിപ്പോയി. കാരണം അല്ല, നമ്മളത് പുതിയ സംഭവമാണ്, ഇങ്ങനെ പരിചയമല്ല ആൾക്കാർക്ക്. അപ്പം നമ്മൾ ആ പുതിയ സാധനം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏ വാ വാ സിംഗോന സെനബാന ജിങ്കോന. ഡാൻസ് കളിക്കാമല്ലോ, കുഴപ്പമില്ല. നാന ജിങ്കാന ധനഗാന ജിങ്കാന. ഏ കാശുണ്ടെങ്കിൽ ഒന്ന് താ, എന്തെങ്കിലും തരാമോ? 10 5 ഇട്ട് തരാമോ? കാശുണ്ടെങ്കിൽ 5 10 താ, സിനിങ്കോ ജീവാഞ്ചി കാശ് തരാമോ? വാ വാ സിംബാനെ സിനികാന സിംബാനെ സിനികാന. ഒരു 5 10 തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാശ് നമ്മൾ അത്രയും കലാസൃഷ്ടി റോഡിൽ കൂടെ പോകുന്നവരടുത്ത് നമ്മൾ ഉണ്ടാറുണ്ട്. 5 10 തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അല്ലല്ല, ഒരിക്കലും അല്ല, പ്രൊമോഷൻ അല്ല. ഇത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇവൻ ഡാൻസ് കളിച്ച് പാട്ട് പാടുകയും ചെയ്യും. ഒന്ന് ഡാൻസ് കളിച്ച്. നമ്മ നമ്മ നിങ്കാനെ ലല്ലാ ലെങ്കാ നിങ്കാനെ സംബാ സംബാ സിന്താനെ. ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ്. അവിടെ എടുത്തോണ്ടിരിക്കാ. പൈസ വേണ്ട, പൈസ ഇത് തന്നെ വേറെ കേട്ടോ. എന്നല്ല കരിയലായിരുന്നു അല്ലേ? അതിൽ വീഡിയോ എടുത്തോണ്ടിരിക്കതോ ആ കാറിൻ്റെ അകത്ത്. ഹായ്, നമസ്കാരം. നമ്മൾ ഒരു കലാസമിതി എന്ന് പറഞ്ഞാണ് കൊങ്ങിണി ഗാനത്തിൽ നിന്നും. പേര് ജുമാന. എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യണം. നമ്മളും രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓരോരുത്തർക്ക് പാട്ട് പാടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വലിയ ഉപകാരമായിരുന്നു. മറ്റത് ഒന്ന് പിടിച്ചു നോക്കണം. ബീസ്റ്റ് മൂവിയിലെ പാട്ട് കേട്ടിട്ടുണ്ടോ? അറബിക്കുത്ത്. അത് ജസ്റ്റ് ഒന്ന്. അത് ശരിക്കും നമ്മുടെ കൊങ്ങിണിയിൽ നിന്നും ഉണ്ടായ പാട്ടാണ്. കൊങ്ങിണിയിൽ നിന്ന് കോപ്പി അടിച്ചാണ്. അതറിയായിരുന്നോ? ഇല്ല. നമ്മളൊരു കമ്പോസിഷൻ ആണോ ശരിക്കും? ആ പാട്ടില്ലേ? ശരിക്കും ഇങ്ങനെ പാട്ട്. ఏ నాచో ఏ ప్లాంజో ఏ నకో ఏ నకే ఎన నెంగన నెంగన సాది ఏ లొక్కన నక్కన సోది వనకోచి మక్క మక్కాచే ఏ జింగానే మనకోచి మక్క మక్కాహే ఏ సింగాനെ മനക്കോച്ചി. നേരെ കളിക്കുക. അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. അതാ മാറിപ്പോയി. നമ്മളിങ്ങനെ ഡാൻസ് കളിക്കപ്പെട്ടത്. ലിംഗാനെ വണക്കോച്ചി നക്കോ നക്കോനെ. താളത്തില് ആ നക്കോനെ വണക്കോച്ചി നക്കോ നക്കോനെ ഏ സിംബാനെ പ്ലഞ്ച നക്കോ നാച്ചോച്ചെ പ്ലങ്ക നച്ചോ നാച്ചോച്ചെ പൈസ വെള്ളം തായോ ഹേ പൈസ വെള്ളം തായോ ഹേ. എന്തെങ്കിലും തരണമേ, എന്തെങ്കിലും തരണമേ, അല്ലെങ്കിൽ വീട് വരെ പാടും. നന്നായിട്ട് കളിക്കുക. അവർക്ക് ഇതാവില്ലേ എത്ര അങ്ങനെയാണ്. നോക്കിയേ, ഗുഡ്. ആ ചേച്ചി കാണുന്നില്ല. മറ്റേ പാട്ട് പാടാ. 10 ഉള്ളൂ. ഒന്ന് 10 ഉള്ളോ? മറ്റേ 500 തരുന്ന നച്ചിനോ ചീനെ സിംബാ സിംബാ വല്ലം തായോ ഹേ. അയ്യോ 20 10 30 40 എന്തെങ്കിലും തരണോ ഹേ. പെർഫോമൻസ് പോരാൻ. അയ്യോ, ശരിക്കും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാ. പെർഫോമൻസ് ശരിക്കും പൊങ്ങി. പെർഫോമൻസ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. സോറി, നമ്മളെ കളിയാക്കാനൊക്കെ തോന്നുന്നു.
ചിരിച്ചില്ലേ നമ്മൾ പാടിയപ്പോൾ? ഞാൻ ചിരിച്ചായിരുന്നു. നല്ല അത് ചിരിക്കാൻ വേണ്ടിയിട്ടല്ല പാടിയത്. അങ്ങനെ കോമഡി ചിരി വന്നോ? കാര്യം എന്താ വെച്ചാൽ ഈ സാധനം കഴിക്കുമ്പോഴേ ഇങ്ങനെ വരുള്ളൂ. മോനെ അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ അവർക്ക് ചിരി വരും. അയ്യോ കൊള്ളായിരുന്നു. ആണോ? കൊള്ളായിരുന്നു. മോനെ ഞാൻ പഠിച്ചതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. മോനെ മറ്റേത് പാടിക്കൂട്ടോ. അയ്യോ വേണ്ട വേണ്ട എന്നാ ഒന്നാമത് ധൃതി ഉണ്ടോ? ആ അതാ സോറി. അപ്പൊ അത്രയും വൃത്തിയായിട്ട പാട്ടെന്നാ പറയുന്നത്. അയ്യോ ഇല്ല നന്നായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തായിരുന്നു. മോനെ മറ്റേ ഓക്കേ ഞാൻ പോട്ടെ. ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ആക്ച്വലി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ആര്? എവിടെ ക്യാമറ? എവിടെ? ക്യാമറ എവിടെ? അകത്ത് അതാ. അതെ. പൈസ ഇത് വരോ യൂട്യൂബിൽ? യൂട്യൂബിലുണ്ട്. മാഹീൻ മച്ചാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മാസ്ക് ഒന്ന് ഊരാമോ? ജസ്റ്റ് ഒന്ന് കാണാൻ, ജസ്റ്റ് കാണാൻ ഒരു ആഗ്രഹം. ഒരു ഹൈ കൊടുത്തേ. എത്ര മണിക്കാ ട്രെയിൻ? 2:50. 2:50 വണ്ടി ഏതൊന്നും. അപ്പോൾ ഒരു പാട്ട് നമ്മൾ കൊങ്ങിണി ഗാനം നിങ്ങളും കേൾക്കണം ബ്രോ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കൊങ്ങിണി ഗാനം പാടി ജീവിക്കുന്നവരാണ്. കൊങ്ങിണി കേട്ടിട്ടുണ്ടോ? ലാംഗ്വേജ് കേട്ടിട്ടില്ല? ഒന്ന് പാടി. ഡിങ്കോല സിംബോന നനക്കോച്ചി ഡിങ്കോന സിംബോന സിംബോന സിനക് സിനകി സിഞ്ചോന ഡിങ്കോല ഡിങ്കോല സിന 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 ജിംബോല 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 ജിലലലല ജിംബോല. ജിംബോല എന്ന് വെച്ചാൽ പ്രേമം, സ്നേഹം എല്ലാം വരുന്നതാണ്. ഹേ നാട്ടുകാരെ ഓടിവായോ ജിംബോല ജിംബോല ഈ പിന്നാലേക്ക് നിന്നാനേ ജിങ്കോല ജിങ്കോല സിന 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 ജിംബോല ജിന 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 ജിംബോല ഹില 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 ജിങ്കോല ജിങ്കോല. പൈസ തായോ ജീപ്പേ തായോ പൈസ തായോ ജീപ്പേലോ 10 20 തന്നോളൂ. ആയതും തരും മാഞ്ചോളാം. തന്നോളൂ തന്നോളൂ തന്നോളൂ. അതെ ജീപ്പേ ഉണ്ട്. സ്കാൻ ചെയ്യോ? പെർഫോമൻസ് ശരിയല്ലെന്നോ? മോളെ വേറൊരെണ്ണം പാടിത്തട്ടെ. 2:30 ശതാബ്ദി 2:50 ഒരു രസമുള്ള ഒരു പാട്ട് പാടിത്തരാം. ജീപ്പേ ആണോ? അപ്പൊ ജീപ്പയ്ക്ക് വേണ്ടി ഒരു പാട്ട്. പാവം ജീപ്പേ ചെയ്യുന്ന കൊങ്ങണിയിൽ നോക്കാം. नाचो कने पीछो चन जाजो चन जीजो लला बाजा गजा बजोजी नन्ना चोजी नमटो नो जोची कनकाची चकाची काले हलसिनाने सन पोची ले ഒരു മയത്തിന് കളി. 2:30 ട്രെയിൻ. ദേഷ്യം വരുന്നു. പെർഫോമൻസ് ശരിയാക്കിയാലല്ലേ നമുക്കത്. നിനക്ക് എത്ര? നിന്റെ ജീപ്പ് എടുക്ക. ബാൻഡ് തുടങ്ങണോ? ആ കൊച്ചിന് 2:30 ട്രെയിനുള്ള. ഇങ്ങനെ കളിക്കരുത് ഒരുമാതിരി. ബാൻഡ് തുടങ്ങാൻ ചിരിക്കുന്നുണ്ടോ? എനിക്ക് തന്നെ ചിരി വന്നു. അവന്റെ കളിയാക്കുന്നതല്ല, നീ കളിക്കുന്ന ഓവറാവും. അങ്ങനെ നമ്മുടെ തെരുവ് ഗായകർ പ്രാങ്ക് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. വെയിലടിച്ച് ഫ്രൈ ആയി. സൺസ്ക്രീൻ വരട്ടെ എന്റെ ഭാഗ്യം. പക്ഷേ ആ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങ് കൊച്ചിയിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ വന്ന ഒരു മനസ്സുണ്ടല്ലോ. ഒരു മനസ്സുണ്ടല്ലോ. കേൾക്കുമ്പോ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ. ഏതാ? ഇവ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ആ ഒരു വൈബിലോട്ട് വന്നു. വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വൈബ്. 700,000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് പോകാനുള്ള വൈബായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മള് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ വേറെന്തോ കോമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 5 വർഷമായിട്ട് 2 ലക്ഷത്തിൽ കിടക്കണ എന്നെ അതെ അതെ അതെ. ഇവന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തതുപോലെ നമ്മൾ അഭിനയിക്കും, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് കൊടുക്കുക, ഇൻസ്റ്റഗ്രാമും സപ്പോർട്ട് കൊടുക്കുക. കാരണം മൊത്തം കളഞ്ഞു വന്നിരിക്കുകയാണ്. ആകെ ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ട് കൊടുക്കുക. അവൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിലൂടെ. അപ്പോൾ നമുക്ക് ചലൂസാൻ ഔട്ടേക്സ് ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ റെഡി 1 2. ബ്ലോഗേഴ്സിന് എല്ലാവരും അറിയാമോ? അല്ല, കാർത്തിക് സൂര്യ അറിഞ്ഞൂടാത്ത കാർത്തിക് സൂര്യ അറിയാമോ? നമ്മള് ജയിച്ചടാ, കാർത്തിക് സൂര്യ അറിഞ്ഞൂടാ, രക്ഷപ്പെട്ടെ. മാഹിൻ മച്ചാൻ അറിയാമോ? ഞാൻ ഹംബിൾ മെസ്സേഷൻ അറിയാമോ? ആരാ? കാർത്തിക് സൂര്യ അറിയില്ല. താങ്ക്സ്. ഒന്ന് കേക്കാമോ? പാട്ടൊന്ന് കേക്കാമോ? കേട്ടില്ലല്ലോ പട്ടി വില തന്നു പറഞ്ഞു വീണു. നമ്മൾ വെറുതെ ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? നാച്ചി നാച്ചാനി നിച്ചാനീനോ
മൈൻഡ് പോലും ഇല്ലാതെ പോകുന്നത് കണ്ടില്ലേ, ഒരു പാട്ട് കേൾക്കാമോ ചേട്ടാ? എന്താ വെച്ചാൽ പെട്ടെന്ന് കോൺസെൻട്രേഷൻ പോയി. അതെന്ത് ലാസ്റ്റ് ആ സാധനം അടിച്ചു. അതാണ്. അങ്ങനെ നമ്മുടെ തെരുവ് നായകർ പ്രാങ്ക്, സോറി നായകർ